പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിനെ മുൾമുനയിൽ നിർത്തുന്ന അതീവ ഗുരുതരമായ ഒരു സൈനിക പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ കൺവെൻഷണൽ ബോംബുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന അമേരിക്കയുടെ GBU-57 അഥവാ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കൈവശം എത്തിയെന്ന സ്ഥിരീകരണമാണ് വാഷിംഗ്ടണിനെ നടുക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളെയും മിസൈൽ കേന്ദ്രങ്ങളെയും തകർക്കാൻ വേണ്ടി മാത്രം അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഈ ആയുധം യാതൊരു കേടുപാടുകളും കൂടാതെ ഇറാന് ലഭിച്ചു എന്നത് വരും ദശകങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഏകദേശം 30,000 പൗണ്ട് ഭാരമുള്ള ഈ ഭീമൻ ബോംബ് ന്യൂക്ലിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിക്കടിയിൽ 100 കണക്കിനടി താഴ്ചയിലുള്ള കോൺക്രീറ്റ് ബങ്കറുകളിൽ തുളച്ചു കയറി തകർക്കാൻ ശേഷിയുള്ള ഇതിന്റെ സാങ്കേതിക വിദ്യ അമേരിക്കയുടെ അതീവ രഹസ്യങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ബോംബിനൊപ്പം 9500ഓളം സബ് മ്യൂണിഷനുകളും അത്യാധുനികമായ സ്മാർട്ട് ഫ്യൂസുകളും ഇറാനിയൻ എഞ്ചിനീയർമാരുടെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആക്രമണ ആയുധം ഇറാന്റെ ഏറ്റവും വലിയ പ്രതിരോധ പാഠപുസ്തകമായി മാറുന്ന വിരോധാഭാസമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇറാനിയൻ എഞ്ചിനീയർമാർ ഈ ബോംബിനെ ഭാഗങ്ങളായി തിരിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താൻ ആരംഭിച്ചുവെന്നാണ് പെന്റഗണിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഉപയോഗിച്ചിരുന്ന അതീവ കരുത്തുറ്റ എക്ലിൻ സ്റ്റീൽ, കൃത്യതയായിരുന്ന GPS, INS ഗൈഡൻസ് പാക്കേജുകൾ എന്നിവയുടെ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തുന്നുവെന്നത് അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയ്ക്ക് ഏൽക്കുന്ന വലിയൊരു പ്രഹരമാണ്. ഇറാന്റെ പക്കൽ ഇപ്പോൾ നിലവിലുള്ള മിസൈൽ സിറ്റികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭൂഗർഭ സൈനിക താവളങ്ങളെ ഈ പുതിയ അറിവ് ഉപയോഗിച്ച് കൂടുതൽ ശക്തിപ്പെടുത്താൻ അവർക്ക് സാധിക്കും. GBU-57 പോലുള്ള ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത വിധത്തിൽ തങ്ങളുടെ താവളങ്ങളെ പുനർനിർമ്മിക്കാൻ ഇറാൻ ഈ അവസരം ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. അതായത് ഇറാനെ തകർക്കാൻ അമേരിക്ക നിർമ്മിച്ച ആയുധം തന്നെ ഇറാന്റെ താവളങ്ങളെ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നുവെന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വിവരച്ചോർച്ചയുടെ വ്യാപ്തി കേവലം ഒരു ബോംബിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിലൂടെ ലഭിക്കുന്ന സ്മാർട്ട് ഫ്യൂസുകളുടെ വിവരങ്ങൾ അമേരിക്കയുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ വേഗതയും പ്രഹരശേഷിയും മനസ്സിലാക്കാൻ ഇറാനെ സഹായിക്കും. അമേരിക്കൻ സൈനിക നീക്കങ്ങളെ തടയാൻ ശേഷിയുള്ള പുതിയ തരം ജാമറുകളും പ്രതിരോധ കവചങ്ങളും വികസിപ്പിക്കാൻ ഈ വിവരങ്ങൾ ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് മുതൽക്കൂട്ടാകും. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഡ്രോണുകൾക്കും മിസൈലുകൾക്കും അപ്പുറം സാങ്കേതിക വിദ്യയുടെ ഒളിപ്പോരിലേക്ക് കൂടി നീങ്ങുന്നു എന്നതിന്റെ തെളിവാണിത്. അമേരിക്കയുടെ ആണവ വിരുദ്ധ നീക്കങ്ങൾക്ക് ഈ സംഭവം വലിയൊരു തടസ്സമാകും. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇനി ഏത് ആയുധം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ പെന്റഗണിന് പുതിയൊരു പ്ലാൻ തയ്യാറാക്കേണ്ടി വരും. കാരണം GBU-57ന്റെ പോരായ്മകളും പ്രവർത്തന രീതിയും ഇറാൻ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഒരു ആയുധത്തിന്റെ പ്രവർത്തനം ശത്രുവിന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തി പകുതിയായി കുറയുമെന്നത് സൈനിക തത്വമാണ്. ഇറാൻ ഈ ആയുധം റഷ്യയുമായോ ചൈനയുമായോ പങ്കുവെക്കുമോ എന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് ആഗോളതലത്തിൽ തന്നെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയാകും. റഷ്യൻ സൈനിക ശൈലിയിലുള്ള ആയുധ നിർമ്മാണവും അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ രഹസ്യങ്ങളും ഒത്തുചേർന്നാൽ അത് സമാനതകളില്ലാത്ത ഒരു ആയുധ സമാഹരണത്തിലേക്ക് നയിക്കും. പെന്റഗണിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേക്കിനവായി തുടരും. തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധം ശത്രുവിന്റെ പരീക്ഷണശാലയിൽ ഇരിക്കുന്നത് കാണേണ്ടി വരുന്ന അവസ്ഥ ഏതൊരു സൈനിക നേതൃത്വത്തെയും തളർത്തുന്നതാണ്. ഇറാന്റെ പ്രതിരോധ മേഖല കൂടുതൽ കരുത്താർജിക്കുന്നതോടെ മേഖലയിൽ നേരിട്ടുള്ള സൈനിക നടപടിക്ക് അമേരിക്ക ഇനിയും മടിക്കും. GBU-57ന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികളും ജാഗ്രതയിലാണ്. ഇറാന്റെ മിസൈൽ സിറ്റികളെ ലക്ഷ്യം വെച്ചിരുന്ന സഖ്യകക്ഷികളുടെ തന്ത്രങ്ങൾ ഇനി മാറ്റി എഴുതേണ്ടി വരും. ഈ സൂപ്പർ ബോംബ് കൈക്കലാക്കിയതിലൂടെ ഇറാൻ നേടിയെടുക്കുന്ന ആത്മവിശ്വാസം വരും കാലത്തെ സമാധാന ചർച്ചകളെയും സൈനിക നീക്കങ്ങളെയും നേരിട്ട് സ്വാധീനിക്കും. അമേരിക്കയുടെ അഭിമാനമായ ആയുധം ഇപ്പോൾ ഇറാന്റെ പ്രതിരോധ കോട്ടകൾക്ക് കവചമായി മാറുകയാണ്. സാങ്കേതിക വിദ്യയുടെ ഈ കൈമാറ്റം പേർഷ്യൻ ഗൾഫിൽ ഒരു പുതിയ സൈനിക യുഗത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. പെന്റഗൺ ഈ നഷ്ടം എങ്ങനെ നികത്തുമെന്നും ഇറാന്റെ പുതിയ പ്രതിരോധ നീക്കങ്ങളെ എങ്ങനെ നേരിടുമെന്നും ലോകം ഉറ്റുനോക്കുന്നു. യുദ്ധം വെറും കളിക്കളമല്ലെന്നും അതിൽ ഓരോ അശ്രദ്ധയും വലിയ വില നൽകേണ്ടി വരുമെന്നും ഈ ന്യൂക്ലിയർ ബോംബിന്റെ ചോർച്ച തെളിയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ.